ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിരിയാണി വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഹൈദരാബാദി ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടി ചേർക്കാം. 3 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 4 കഷ്ണം ചെറിയ കറുവപ്പട്ടയും 2 ഏലക്കയും, 1/2 ടീസ്പൂൺ ഷാജീരകം, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. 1 കപ്പ് തൈര് കൂടി ചേർക്കാം. ബിരിയാണി മസാലയും ചിക്കൻ മസാലയും ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞത് കൂടി ചേർത്ത് പകുതി നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി വേണ്ടുന്നത് സവാളയാണ്. 1 കപ്പ് സവാള അരിഞ്ഞത് 1 കപ്പ് എണ്ണയിൽ വറുത്തെടുത്തതാണ്. ഇത് തണുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. സവാള വറുത്ത എണ്ണ ബാക്കി വന്നതാണിത്. ഇതിൻ്റെ പകുതി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കണം. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാനാണ് എളുപ്പം. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് തലേദിവസം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. പിറ്റേ ദിവസം അരി ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ചിടുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 5 ലിറ്ററിൻ്റെ ഒരു സ്റ്റീൽ കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അടിവശത്തും സൈഡിലും നല്ല കട്ടിയാണ്. നല്ല കട്ടിയുള്ള പാത്രം എടുത്തെങ്കിൽ മാത്രമേ ചൂട് ഇതിനകത്ത് നിന്ന് ചിക്കൻ നന്നായിട്ട് വേകുകയുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. തലേ ദിവസം മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റൈസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിയിലെ ഈ ലെയർ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. 1/2 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസും 1/2 കിലോ ആണ് എടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇളക്കി 3-4 പ്രാവശ്യം കഴുകണം. ഞെരടി കഴുകിയാൽ അരി പൊടിഞ്ഞു പോകും. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് കുതിരാൻ വെക്കാം. അരി വേവിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3 ലിറ്റർ വെള്ളം ഒഴിക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ബേ ലീവ്സ്, 3 ഏലക്ക, കറുവപ്പട്ട 2 പീസ്, 4 ഗ്രാമ്പൂ, ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഷാജീരകം 1 ടീസ്പൂൺ, ജാതിപത്രി 2 ചെറിയ പീസ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ്. വെള്ളത്തിന് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. വെള്ളം തിളച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇടാം. അതുപോലെ തന്നെ സ്പൂണോ കയ്യോ ഉപയോഗിച്ച് അരി കോരിയിടേണ്ട ആവശ്യമില്ല. ഈ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇനി ഈ റൈസ് ചിക്കൻ്റെ മുകളിലിടുന്നത് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ ഇപ്പുറത്തോട്ട് മാറ്റി വയ്ക്കുകയാണ്. അരി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് വെള്ളം ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അരി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു 1/4 ഭാഗം റൈസ് ചിക്കൻ്റെ മുകളിലേക്ക് ഇടാം. കുക്കറിൻ്റെ അടിയിൽ തീ നമ്മൾ ഇതുവരെയും ഓൺ ചെയ്തിട്ടില്ല. റൈസ് എല്ലാം ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓൺ ചെയ്താൽ മതി. റൈസ് നന്നായി നിരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് ചൂടാക്കിയതാണിത്. ഇതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും 3 ടേബിൾ സ്പൂൺ കുങ്കുമപ്പൂ ചേർത്ത പാലും കൂടി ഒഴിക്കാം. 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലിൽ 2 നുള്ളു കുങ്കുമപ്പൂ 2 മണിക്കൂർ ഇട്ട് വെച്ചതാണിത്. 3 മിനിറ്റ് ആയപ്പോഴേക്കും 1/4 ഭാഗം റൈസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇനി ഒരു 4 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി മുഴുവൻ റൈസും കുക്കറിലേക്ക് മാറ്റാം. മൊത്തത്തിൽ 7 മിനിറ്റാണ് റൈസ് വേവിക്കേണ്ടത്. റൈസ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നിരത്തിയിടാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന കുങ്കുമപ്പൂ ചേർത്ത പാലും നെയ്യും കൂടി ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ചേർക്കാം. ഒരു പിടി മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഒരു സവാള ഫ്രൈ ചെയ്തത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. 1 ടേബിൾ സ്പൂൺ സവാള മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഒട്ടും ആവി വെളിയിൽ പോകാത്തതുപോലെ ഇത് കവർ ചെയ്യണം. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ റൈസിൻ്റെ ചൂടങ്ങ് പോകും. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവാണേ. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ആകുമ്പോഴേക്കും ആവി വന്ന് നിറഞ്ഞിട്ട് അലൂമിനിയം ഫോയിൽ പൊങ്ങി വരുന്നതായിട്ട് കാണാം. ആവി വന്ന് നിറയുമ്പോൾ തന്നെ സ്ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റും അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി വെക്കാം. നല്ലതുപോലെ ചൂടാക്കി ഒരു പഴയ തവ ഈ കുക്കറിൻ്റെ അടിയിലേക്ക് വെക്കാം. ഇനി ഒരു അരമണിക്കൂർ ഇത് അനക്കാതെ സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. അരമണിക്കൂർ ആയപ്പോഴേക്കും തീ ഓഫ് ചെയ്തു. അതിനുശേഷം ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞാണ് ഇത് തുറക്കാൻ പോകുന്നത്. ഇതിനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. മൊത്തം നമുക്കൊരു 50 മിനിറ്റാണ് വേണ്ടുന്നത്. ഒരു 2 മിനിറ്റ് മാത്രമേ നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ തവയുടെ മുകളിലാണ് വെച്ചത്. ഹൈദരാബാദി ദം ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. നല്ലൊരു മണം വരുന്നുണ്ട്. റൈസൊക്കെ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള കളറിലാണ് കിടക്കുന്നത്. റൈസ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ചിക്കൻ വെന്തോ എന്നുള്ളതല്ലേ, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ചിക്കൻ ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലെ റൈസ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ആദ്യമൊക്കെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഡൗട്ടാണ് ചിക്കൻ വെന്തിട്ടുണ്ടാകുമോ എന്നുള്ളത്. പക്ഷെങ്കിൽ ചിക്കൻ നന്നായിട്ട് വേഗം നമ്മൾ അലൂമിനിയം ഫോയിലൊക്കെ ഇട്ട് കവർ ചെയ്ത് നല്ല ആവിയിൽ കുറച്ച് ഒരു അരമണിക്കൂർ നേരം വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു ഡൗട്ടും വേണ്ട. നമ്മൾ ചിക്കൻ ഒട്ടും വേവിക്കാതെയാണ് കുക്കറിലേക്ക് ഇത് വെക്കുന്നതെങ്കിലും നന്നായിട്ട് ആവിയിലിരുന്നത് വേകാറുണ്ട്. ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാം മുറിഞ്ഞു പോകുന്നുണ്ട്. നല്ലതുപോലെ വെന്താണിത് കിട്ടുന്നത്. ഞാനൊരു ചിക്കൻ പീസ് എടുത്ത് മുറിച്ച് കാണിക്കാം. അതുപോലെ തന്നെ ഇത് പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയുള്ള പാത്രം നമ്മൾ എടുക്കണം. കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ ഉള്ളിൽ പിടിച്ചിട്ടുമുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഫ്രൈഡ് ഒണിയനും മല്ലിയിലയൊക്കെ വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.